നമസ്കാരം. ഐസ് ഓഫ് അജിത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങിയ സന്തോഷം. കേരള ചരിത്രത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടി വരുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരു പേരാണ് വേലുത്തമ്പി ദളവ. ഇന്ന് യാത്ര അദ്ദേഹം ആത്മഹത്യ ചെയ്ത മണ്ണടിക്കാവിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലാണ് മണ്ണടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപ്രസിദ്ധമായ മണ്ണടി ഭഗവതി ക്ഷേത്രവും ഇവിടെ തന്നെയാണ്. ഒരു ചരിത്രാന്വേഷണമൊന്നും അല്ലെങ്കിലും ചരിത്ര സ്മാരകങ്ങളും സ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കുന്നത് നമ്മുടെ തന്നെ ചിന്താധാരകൾക്ക് കൂടുതൽ മിഴിവേകുവാൻ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് കീഴിലാണ് ഈ മ്യൂസിയം സംരക്ഷിക്കപ്പെട്ടു പോരുന്നത്. ഇവിടേക്കെത്താൻ അടൂരിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്ററും കൊട്ടാരക്കര നിന്നും 13 കിലോമീറ്ററും ദൂരമാണ് ഉള്ളത്. എംസു റോഡിൽ വരികയാണെങ്കിൽ ഏനാത്ത് എന്ന സ്ഥലത്ത് നിന്നും കടമ്പനാട് റൂട്ടിലേക്ക് തിരിഞ്ഞ് ഏതാണ്ട് 2.5 കിലോമീറ്റർ സന്ദർശിക്കുമ്പോൾ നമുക്ക് വേലുത്തമ്പി ദളവ മ്യൂസിയത്തിൻ്റെ കവാടം കണ്ടെത്താൻ കഴിയും. വേലുത്തമ്പി ദളവയെക്കുറിച്ച് അറിയുന്നതിനോടൊപ്പം തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി പഴയകാല ജീവിതചര്യകളെക്കുറിച്ച് കൂടി നമുക്ക് വ്യക്തത വരുവാൻ ഈ മ്യൂസിയം സന്ദർശനം സഹായകമാകും. മെയ് 6 തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതും എന്നാൽ ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതുമായ തലക്കുളം എന്ന ഗ്രാമത്തിൽ മണക്കര കുഞ്ഞുമയാട്ടിപ്പിള്ളയുടെയും വലിയമ്മ പിള്ള തങ്കച്ചിയുടെയും മകനായിട്ടായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി, അതായത് വേലായുധൻ തമ്പിയുടെ ജനനം. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ജോലിക്കാരായിരുന്നു തമ്പിയുടെ കുടുംബം. ചെമ്പകരാമൻ എന്ന പട്ടം മഹാരാജാവിൽ നിന്നും പരമ്പരാഗതമായി ലഭിച്ചതായിരുന്നു. തിരുവിതാംകൂറിൻ്റെ പഴയ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അറിവ് കൂടിയാണ് ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലം തിരുവിതാംകൂറിലെ ഏറ്റവും ദുഷിച്ചതും കഴിവുകെട്ടതുമായിരുന്നു എന്ന് ചരിത്രം. ഈ കാലഘട്ടത്തിലാണ് തൻ്റെ 20-ാം വയസ്സിൽ വേലുത്തമ്പി കാര്യക്കാർ അഥവാ ഇന്നത്തെ തഹസിൽദാർ എന്ന പദവിയിലേക്ക് ചുമതലയേൽക്കുന്നത്. ആ സമയത്ത് ജയന്തൻ നമ്പൂതിരിയുടെയും മാധുതരകൻ്റെയും തെറ്റായ തീരുമാനങ്ങൾ മൂലം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് അവരെ പുറത്താക്കുകയും വേലുത്തമ്പിക്ക് ഭരണകാര്യങ്ങളിൽ ഒരു പ്രാമാണിത്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1802 അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെടുന്നു. ദിവാൻ പദവി കിട്ടിയതിനാൽ പിന്നീട് അദ്ദേഹം വേലുത്തമ്പി ദളവ എന്ന് അറിയപ്പെട്ടു. തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക മേഖലയെ പുനരുദ്ധരിപ്പിക്കുവാൻ വേലുത്തമ്പി നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. റവന്യൂ വകുപ്പിനെ നവീകരിക്കുകയും ഭൂമി സർവേ കാര്യക്ഷമമായി നടത്തി ന്യായമായ രീതിയിൽ തന്നെ പട്ടം പിരിവ് നടത്തുകയും ഉദ്യോഗസ്ഥർക്ക് കാലാകാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം സമയാസമയം നൽകി തീർക്കുകയും ചെയ്തു. മാത്രമല്ല സാംസ്കാരിക മേഖലയുടെ നവീകരണത്തിനും അദ്ദേഹം മുൻകൈ എടുക്കുകയുണ്ടായി. പ്രധാനമായും നഗരവികസനത്തിന് അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം പട്ടണങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് വേലുത്തമ്പി ദളവ മുഖ്യ പങ്ക് തന്നെ വഹിച്ചിരുന്നതായി ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിരത്തി 1805 ബ്രിട്ടീഷുകാരുമായി തിരുവിതാംകൂർ രാജ്യമുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് സൈനികർക്ക് കപ്പം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ഭരണകാര്യങ്ങളിൽ അവരുടെ ഉപദേശം തേടുകയും വേണം എന്ന സ്ഥിതി വന്നു. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന മെക്കാളയുടെ
ഇടപെടൽ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിക്കുവാൻ കാരണമായി. തുടർന്ന് കൊച്ചി രാജ്യത്തെ പാലിയത്തച്ഛനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയെങ്കിലും ബ്രിട്ടീഷിൻ്റെ ഇടപെടൽ പാലിയത്തച്ഛനെ ഈ ഉടമ്പടിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും തുടർന്ന് 1809 ജാനുവരി 11 വേലുത്തമ്പി കുണ്ട്രയിൽ ഒരു വിളംബരം നടത്തുകയുണ്ടായി. ചരിത്രപ്രസിദ്ധമായ കുണ്ട്ര വിളംബരം. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും അമിതമായി കപ്പം പിരിക്കുന്നതിനെയും ബ്രിട്ടീഷുകാരായ നിരവധി പട്ടാളക്കാരെ താമസിപ്പിച്ചതിനു ശേഷം യുദ്ധഭീഷണി മുഴക്കുന്നതിനെതിരെ നിശിതമായി വിമർശിച്ചിരുന്ന വേലുത്തമ്പി ഇതിനെതിരെ സംഘടിക്കുവാൻ ഈ വിളംബരത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കണ്ണിലെ കരടായി മാറിയ വേലുത്തമ്പി ദളവയെ പിടികൂടുക എന്നതായിരുന്നു പിന്നീട് അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് കേട്ട് വേലുത്തമ്പി തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂരിലേക്ക് പലായനം ചെയ്തു. അതുവരെ ഏതാണ്ട് ഔദ്യോഗികമായിട്ട് നിഷ്പക്ഷത പാലിച്ചിരുന്ന മഹാരാജാവാകട്ടെ പെട്ടെന്ന് വേലുത്തമ്പി ദളവയ്ക്കെതിരെ തിരിയുകയും അദ്ദേഹത്തെ അപലപിക്കുകയും ചെയ്തു. അങ്ങനെ 1809 ഫെബ്രുവരി 24 ദളവയുടെ കീഴടങ്ങൾ ആവശ്യപ്പെട്ട് കേണൽ സെന്റ് ലിഗർ മഹാരാജാവിന് ഒരു കത്ത് നൽകിയിരുന്നു. തുടർന്ന് മഹാരാജാവ് വേലുത്തമ്പി ദളവയുടെ ശത്രുക്കളിൽ ഒരാളായിരുന്ന ഇരവി ഉമ്മിണിത്തമ്പിയെ തിരുവിതാംകൂറിനും ബ്രിട്ടീഷുകാർക്കുമിടയിൽ മധ്യസ്ഥനായി നിയമിച്ചു. ഉമ്മിണിത്തമ്പി പാപ്പനംകോട് ക്യാമ്പ് ചെയ്തിരുന്ന ബ്രിട്ടീഷ് സേനയുടെ അടുത്തെത്തി മഹാരാജാവിൻ്റെ നിബന്ധനകൾ അവരെ അറിയിച്ചു. വേലുത്തമ്പിയെ പിടികൂടുന്നതിന് 50,000 തിരുവിതാംകൂർ രൂപ പാരിതോഷികം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂറിൻ്റെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ഒരു സമ്മിശ്രമായ പട്ടാളത്തെ നിയോഗിക്കുകയും ചെയ്തു. 1809 മാർച്ച് 18 ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോടെ മഹാരാജാവ് ഉമ്മിണിത്തമ്പിയെ ദളവയായി നിയമിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ മുൻ ദളവ വേലുത്തമ്പിയെ കുന്നത്തൂരിലെ കാടുകളിൽ കണ്ടെത്തി. അങ്ങനെ തന്നെ കണ്ടെത്തി എന്നുള്ള തിരിച്ചറിവിൽ വേലുത്തമ്പി അവിടെ നിന്നോടി മണ്ണടിയിലെ ഒരു ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. വേലുത്തമ്പിയുടെ ബാല്യക്കാരനിൽ നിന്നും ഒളിസ്ഥലം മനസ്സിലാക്കിയ സൈന്യം അദ്ദേഹം ഒളിച്ചിരുന്ന സ്ഥലം വളയുകയും കീഴടങ്ങാൻ വേലുത്തമ്പിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ദുർഭരണകർത്താക്കളുടെയും വരത്തന്മാരായ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെയും മുൻപിൽ അടിയറവ് വയ്ക്കുന്നതിലും നല്ലത് ആത്മാഭിമാനമുള്ള ഒരു മരണം തന്നെയെന്ന തിരിച്ചറിവിലാകാം അദ്ദേഹം ആ മുറിക്കുള്ളിൽ തന്നെ സ്വയം ജീവൻ വെടിയുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രം ഈ മനുഷ്യനിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മ്യൂസിയത്തിൽ പരമ്പരാഗതമായ ഒട്ടനവധി ശില്പങ്ങളും നാണയങ്ങളും ആയുധങ്ങളും ചിത്രവധക്കോടും ഉപകരണങ്ങളും എല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയും. മണ്ണടി എന്ന മനോഹരമായ ഒരു ഗ്രാമവും മണ്ണടിക്കാവുമൊക്കെ അങ്ങനെ യാദൃച്ഛികമായി കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി. കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന തക്കലയിൽ നിന്നും തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ബസ് മണ്ണടിയിലേക്ക് സർവീസ് നടത്തിയിരുന്നു. ചരിത്രത്തിൻ്റെ താളുകൾ വേലുത്തമ്പി ദളവയെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീര വിപ്ലവകാരിയായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഒന്നുകൂടി
ഈ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയിൽ ഞാനും തിരിച്ചിറങ്ങി.